ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. തേങ്ങയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി മതി എന്നുള്ളവർക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. ഇതേ കപ്പ് അളവിൽ തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 2 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് എരിവിനും മണത്തിനും വേണ്ടിയിട്ട് 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളവും കൂടെ അങ്ങ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഇപ്പോൾ വേണ്ടി വന്നിട്ടുണ്ട്. ഈ മാവ് ഒരുപാടങ്ങ് ലൂസും ആവരുത്, എന്നാൽ നല്ല ടൈറ്റും ആവരുത്. നമുക്കിത് ഏത് ഷേപ്പിലാണോ റെഡിയാക്കി എടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ ഈ ഒരു മാവ് പിടിച്ച് എടുക്കാൻ പറ്റണം. ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മാവ് ചെറിയ ചെറിയ ബോൾ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഏത് ഷേപ്പിലായിരുന്നാലും വളരെ ചെറുതാക്കി ചെയ്യുമ്പോഴാണ് കാണാനൊരു ഭംഗി. അതുകൊണ്ട് ഞാൻ ഇത്രയും ആക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിൻ്റെ ഫ്ലെയിം വെച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂടി പോവുകയും ചെയ്യരുത്, എന്നാൽ നന്നായിട്ട് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ ഇതൊരു സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ട് തന്നെ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകമൊന്നും വേവേയില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിന് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറ്റേ സൈഡും കൂടെ ആ ഒരു ലെവലിലൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാനാണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.